അഭിരുചി പരീക്ഷ എന്നുള്ളത് ഈ അടുത്ത കാലത്തായിട്ട് റീസെൻ്റ്ലി വളരെ പ്രചാരണം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 12ാം ക്ലാസ് കഴിഞ്ഞിട്ടോ ഇനി ഏത് മേഖല തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഏത് കോഴ്സിലേക്കാണ് പോകേണ്ടത് എന്ന് കൺഫ്യൂഷനുള്ള കുട്ടികൾ നോർമലി അപ്പിയർ ചെയ്യുന്ന ഒരു പരീക്ഷയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ അഭിരുചി പരീക്ഷ എന്ന് പറയുന്നത്. എന്നാൽ മിക്ക കുട്ടികൾക്കും അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കുമുള്ള ഒരു കൺഫ്യൂഷനാണ് എന്താണ് ഈ അഭിരുചി പരീക്ഷ എന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ അഭിരുചി പരീക്ഷ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൽ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ അഭിരുചി പരീക്ഷ വഴി കിട്ടുന്ന റിസൾട്ട് എത്രമാത്രം അത് അക്യുറേറ്റ് ആണ്, എത്രമാത്രം ശരിയാണ് എന്നുള്ളതാണ്. ആദ്യം തന്നെ പറയട്ടെ, അഭിരുചി പരീക്ഷ എന്ന് പറയുന്നത് ഒരു കുട്ടികളുടെ ഒരു ബുദ്ധിവൈഭവം അല്ലെങ്കിൽ ഇൻ്റലിജൻസ് തെളിയിക്കാനുള്ള ഒരു കാര്യമല്ല. ഒരു കാര്യം ചെയ്യുന്നതിന് അദ്ദേഹത്തിനുള്ള അല്ലെങ്കിൽ ഒരു കുട്ടിക്കുള്ള കഴിവിനെയാണ് അത് അളക്കുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നീന്തുന്ന ഒരു കാര്യം എടുക്കാം. ഇപ്പോൾ ഒരു നന്നായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ മനഃപ്പാഠം ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വളരെ മനോഹരമായിട്ട് എങ്ങനെയാണ് നീന്തുക എന്നുള്ളത്, ആദ്യം കൈകൾ മുന്നോട്ട് ചലിപ്പിക്കുക, വെള്ളത്തിലേക്ക് ഇറങ്ങുക, എന്നിട്ട് കാലുകൾ ഉയർത്തുക എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് നന്നായിട്ട് മനഃപ്പാടാക്കാനും പറ്റും. അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും. എന്നാൽ വെള്ളത്തിൽ ഇറങ്ങി നീന്തുക എന്നുള്ളൊരു കാര്യം അതിനനുസരിച്ച് കഴിവുള്ള ആൾക്കാർക്കാണ് പറ്റുക. ഇതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ഇൻ്റലിജൻസിൻ്റെയും ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ മനഃപ്പാടാക്കാൻ പറ്റുന്ന ആൾക്കും പറ്റും. എന്നാൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആ കാര്യം ചെയ്യാനുള്ള പ്രായോഗികമായിട്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുള്ള കഴിവിനെയാണ് അസസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്, എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ഒരു കുട്ടിയുടെ അസസ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാര്യം. അതിന് മുമ്പായിട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ഘടന എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ചെയ്യാനുള്ള സൗകര്യങ്ങൾ മിക്ക ഏജൻസികളും അല്ലെങ്കിൽ മിക്ക ഓർഗനൈസേഷനുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഓരോ ഹെഡിങ്ങിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിനനുസരിച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിന് ഓരോ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനായിരിക്കും ഉണ്ടാവുക. ചിലതിന് യെസ് അല്ലെങ്കിൽ നോ എന്നുള്ളതായിരിക്കാം. ചില കാര്യങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ 3ൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടാവാം. അതിൽ കറക്റ്റായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കഴിവാണ് അസസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കുട്ടിയുടെ 9ഓ 10ഓ കഴിവുകളെ അസസ് ചെയ്യുന്ന രീതിയിലാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അയാളുടെ ന്യൂമറിക്കലായിട്ടുള്ള നമ്പേഴ്സുമായിട്ടുള്ള സ്കിൽസുകൾ അസസ് ചെയ്യുന്നുണ്ടാവും, മെക്കാനിക്കലായിട്ടുള്ള അല്ലെങ്കിൽ മെഷീനറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അസസ് ചെയ്യുന്നുണ്ടാവും, സ്പേഷ്യൽ ആയിട്ടുള്ള അതായത് ഡിസൈനിങ്ങിന് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എത്രമാത്രമുണ്ട് എന്നുള്ളത് ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ എന്നുള്ളത് അസസ് ചെയ്യുന്ന ഒരു മേഖലയാണ് സ്പേഷ്യൽ സ്കിൽസ്. മ്യൂസിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, സംഗീതത്തിനോട് വാസനയുള്ള ആൾക്കാരാണെങ്കിൽ അത് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ടെസ്റ്റുകൾ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കുകളും കൂടി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ മെൻഷൻ ചെയ്യാറുണ്ട്. പിന്നെ എങ്ങനെയാണ് ഒരു ടെസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്, നമുക്ക് ഈ ഒരു ടെസ്റ്റ് നല്ലൊരു ടെസ്റ്റാണോ അല്ലെങ്കിൽ എഫക്റ്റീവായിട്ടുള്ളൊരു ടെസ്റ്റാണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാരാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, ഈ ടെസ്റ്റ് ഏത് ഓർഗനൈസേഷനാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ റിസർച്ച് നോക്കുക അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഓരോ ടെസ്റ്റുകളും യൂസ് ചെയ്യുന്ന തിയറികൾ ഡിഫറെൻ്റ് ആയിരിക്കും. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള തിയറിയാണ് ഉദ്ദേശിക്കുന്നത്. ആ തിയറി ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻസുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ റിസർച്ച് നടത്തിയിട്ടുണ്ടാവുക. ആ തിയറി ഏതാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ആ ടെസ്റ്റിൻ്റെ ഇൻട്രൊഡക്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എത്രയധികം കുട്ടികളിൽ ഇത് പരീക്ഷിച്ച് നോക്കിയിട്ടാണ് ഇതിൻ്റെ റിലയബിലിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യത ഉറപ്പുവരുത്തിയിട്ടുള്ളത്. ചിലപ്പോൾ 5000-ഓളം കുട്ടികളിൽ ആദ്യം പരീക്ഷിച്ച് നോക്കി അതിൻ്റെ റിസൾട്ടുകളും കുട്ടികളോടൊരു കൗൺസിലിങ്ങും നടത്തിയിട്ട് താരതമ്യം ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് വേണയോ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് തെറ്റാണ്, അത് ഒന്നുകൂടി മോഡിഫൈ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ എത്രയധികം കുട്ടികളിലാണ് ഇത് പരീക്ഷണം നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി നോക്കുക. എന്തിനൊക്കെയാണ് ഇനി അടുത്തത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ആവശ്യം എന്ന് ചോദിച്ചാൽ, സാധാരണ രീതിയിൽ കരിയർ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ 1900-ൻ്റെ തുടക്കത്തിൽ അമേരിക്കൻ ആർമിയിൽ സൈന്യത്തിലെ ആൾക്കാരെ ഡിഫറെൻറ്റ് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ നോളജുള്ള ആൾക്കാരെയും ഇംഗ്ലീഷിൽ നോളജ് ഇല്ലാത്ത ആൾക്കാരെയും കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആപ്റ്റിറ്റ്യൂഡ് ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ കോളേജുകൾ അഡ്മിഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ചില ജോലികൾക്ക് പ്രവേശനത്തിന് വേണ്ടിയിട്ടും കരിയറിൻ്റെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ അബൌട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. താങ്ക് യു സോ മച്ച്.